ജമാഅത്തെ ഇസ്ലാമി പിന്തുണയിൽ UDF-നും ലീഗിനും മുന്നറിയിപ്പുമായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. അടുപ്പിക്കാൻ പറ്റാത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെ കൂട്ടുപിടിക്കുന്നവർ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സമസ്തയുടെ രൂപീകരണ കാലം മുതൽ എതിർക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. മതരാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. രാഷ്ട്രീയത്തിലെ അവരുടെ ഇടപെടൽ രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യട്ടെ. മൗദൂദിയെ തന്നെ തള്ളിപ്പറയുന്ന സംഘടനയ്ക്ക് വിലാസമില്ലെന്നും ഉമർ ഫൈസി മുക്കം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒറ്റ കാര്യമുള്ളൂ, നിലമ്പൂരിലാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ പാർട്ടിയും UDF-ന് പിന്തുണയ്ക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. UDF ഇതിന് മുൻപൊന്നും ഇല്ലാത്ത വിധത്തിൽ പിന്തുണ സ്വീകരിക്കുകയും ചെയ്തു. ആ ഒരു പിന്തുണയെ സമസ്ത എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ രാഷ്ട്രീയമായിട്ട് നമ്മൾക്ക് അതിനൊരു കാഴ്ചപ്പാടുമില്ല. നമുക്ക് ജമാഅത്തെ ഇസ്ലാമി നമ്മൾ എതിർക്കുന്ന ഒരു സംഘടനയാണ് നേരത്തെ അതുണ്ടായത് മുതൽ. കാരണം അത് മതത്തിൽ കൈകടത്തൽ നടത്തിയ ഒരു സംഘടന എന്ന നിലക്കാണ്. അതോടുകൂടെ അതിൻ്റെ ചില നിങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ, അതായത് പിന്നെ മതരാഷ്ട്രവാദങ്ങളൊക്കെയാണ് അവരുടെ വാദം. അതിലൊക്കെ ഉപരി നമുക്ക് അതിനെ എതിർക്കാനുണ്ടായ കാരണം മത നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയ ഒരു സംഘടനയാണ് സംഘടന എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ എതിർക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ അവരുടെ ഇടപാട് എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, അത് രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്തോട്ടെ. അവർക്ക് ഇപ്പോൾ പഴയതുപോലെ മതരാഷ്ട്രവാദം ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥയ്ക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട്. അവർ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അവരങ്ങനെ പലതും പറയുന്നതാണ്. ഇപ്പോൾ അവരുടെ സ്ഥാപകൻ അബുൽ ലൈല മൗദൂദിയാണ്. അദ്ദേഹത്തെ തന്നെ ഇവർ തള്ളിപ്പറഞ്ഞിപ്പം. അങ്ങനെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ ആ പ്രസ്ഥാനം തന്നെ അല്ലല്ലോ, ആ പ്രസ്ഥാനത്തിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറയുന്നത് നമ്മൾ നോക്കേണ്ട. സംസ്ഥയാണെങ്കിലും ലീഗാണെങ്കിലും കുറേ കാലത്തേക്ക് അകറ്റി നിർത്തുന്ന സംവിധാനമായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. പക്ഷേ ഇപ്പോൾ ലീഗ് കുറേ കൂടി ഒരു പിന്തുണ കൊടുക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സ്വീകരിക്കും. രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും കളിക്കല്ലോ. അതിപ്പോൾ നമ്മൾ അതിനെന്താക്കണ്ട, നമ്മൾ ഇടപെടുന്നില്ല. രാഷ്ട്രീയം അങ്ങനത്തെ നീക്കങ്ങളിൽ ഒരു അപകടം സംസ്ഥയ്ക്ക് തോന്നുന്നു. അതിന് നമ്മളൊന്നും ഇടപെടുന്നില്ല. അത്തരം സംഗതി എന്ന് പറഞ്ഞാൽ അവരെ അടുപ്പിക്കാൻ പറ്റാത്ത സാധനമാണ് എന്നുള്ളതാണ്. അവർ നമ്മൾ അടുക്കളയിലൊക്കെ കയറിയിട്ട് ഒക്കെ ഫിത്തന ഉണ്ടാക്കും എന്നുള്ളതാണ്. അവരെ കൂട്ടിപ്പിടിച്ചാൽ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. UDF അത് മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. എന്തോ അറിയില്ല, അവർ ഈ ബാലൻസ് ചെയ്യുന്നുണ്ട്. PDP-യും ഒറ്റ കാര്യം, PDP-യും വെൽഫെയർ പാർട്ടി ഒരുമിച്ചാണെന്ന തരത്തിലാണ്, ഒരുപോലെയാണെന്നൊരു പറച്ചിൽ അവരുടെ ഭാഗത്തുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ട്? വെൽഫെയർ പാർട്ടിയും PDP-യും ഒന്നാണോ? അത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ സന്തതിയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിനുള്ള കുറ്റം നമ്മൾ കാണുന്നത് അത് മതപരമായിട്ട് ഭേദഗതികൾ വരുത്തിയ ഒരു സാധനം എന്ന നിലക്കാണ് നമ്മളതിനെ കാണുന്നത്. മറ്റത് പലതും പല സംഘടനകൾക്കൊക്കെ ഉണ്ട്, അതല്ലേ നമ്മൾ കാണുന്നത്. ഏറ്റവും കാണുന്നത് ജമാഅത്തെ ഇസ്ലാമി മതപരമായ കാര്യങ്ങളിൽ നമ്മൾ പാരമ്പര്യമായി പ്രവർത്തിച്ചു പോരുന്ന പലതിനെയും എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന സംഘടനയാണ് എന്നുള്ളതാണ്. ആ കൂട്ടുകെട്ട് സമുദായത്തിന് ദോഷം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലല്ല, സമുദായത്തിന് ദോഷം ചെയ്യാനുള്ളതെന്നൊക്കെ നിങ്ങൾ കണ്ടോളി, വാർത്തക്കാർ കണ്ടോളി, എല്ലാം നമ്മൾ കാണുന്നതല്ല നിശ്ചയം. ഓക്കെ, അസ്സലാമു അലൈക്കും. നിലമ്പൂരിൽ നിന്ന് അർജുൻ രാജും അനൽക സെയ്ദുമാണ് ചേരുന്നത്. ആദ്യം അർജുനിലേക്ക്. അർജുൻ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഉമർ ഫൈസി മുക്കം നടത്തുന്നത്. അതിനൊപ്പം നമ്മൾ മറ്റു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനോട് ഉള്ള UDF-ന്റെ നിലപാട്, പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന, അതിനോടൊന്നും അദ്ദേഹം കാര്യമായി പ്രതികരിക്കുന്നില്ല. എങ്കിൽ പോലും രാഷ്ട്രീയക്കാർ ശ്രദ്ധിക്കണം ജമാഅത്തെ ഇസ്ലാമിയെ എന്ന ഒരു പൊതു സന്ദേശം തന്നെയാണ് അദ്ദേഹം നൽകുന്നതല്ലേ? ലക്ഷ്മി, തീർച്ചയായും രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഉമർ ഫൈസി മുക്കം. ഒന്ന്, UDF-മായി സഹകരിക്കാൻ ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ്. അതിന് ഉമർ ഫൈസി മുക്കം നൽകുന്ന മറുപടി ഇപ്പോഴും അടുപ്പിക്കാൻ കഴിയാത്ത സംഘടനയായി തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയെ കാണുന്നത്. അവർ അടുക്കളയിൽ കയറിയാൽ ഫിത്ന ഉണ്ടാക്കും, അതായത് കുഴപ്പമുണ്ടാക്കും എന്നാണ് ഉമർ ഫൈസി മുക്കം നിലപാട് വിശദീകരിക്കുന്നത്. അതായത് ഇപ്പോഴും ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള സമസ്തയുടെ നിലപാട് അതുപോലെ തന്നെ തുടരുകയാണ്
സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ജിഫ്രി തങ്ങൾ കഴിഞ്ഞാൽ അത്രയും പ്രാധാന്യമർഹിക്കുന്ന അല്ലെങ്കിൽ മുതിർന്ന നേതാവാണ് കേന്ദ്ര മുശാവറ അംഗം കൂടിയായിട്ടുള്ള ഉമ്മർ ഫൈസി മുക്കം. അദ്ദേഹമാണ് UDF-മായുള്ള സഹകരണത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള സഹകരണത്തിൽ UDF-ന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. അത് അവരെ അടുപ്പിക്കാൻ കഴിയില്ല, അവരെ അടുപ്പിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമുണ്ടാക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പായി തന്നെ കാണേണ്ടി വരും. രണ്ടാമത്തേത് മതരാഷ്ട്രവാദം ഇപ്പോഴില്ല ജമാഅത്ത് ഇസ്ലാമിക്ക് എന്നത് സംബന്ധിച്ച് UDF-ഉം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന കാര്യത്തെക്കുറിച്ചാണ്. പക്ഷേ അങ്ങനെയല്ല സമസ്തയുടെ നിലപാട്. മതരാഷ്ട്രവാദം അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. അവർ അങ്ങനെ പറയുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആ നിലപാടില്ല എന്ന ചോദ്യത്തിന് അവർ പലപ്പോഴും പലതരത്തിൽ പരാമർശങ്ങൾ നടത്താറുള്ളതാണ്. അവരുടെ സ്ഥാപക നേതാവായിട്ടുള്ള മൗദൂദിയെ പോലും തിരുത്തി പറഞ്ഞ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലും തള്ളിപ്പറഞ്ഞ ആളുകളാണ് ജമാഅത്ത് ഇസ്ലാമി. അവരെ ആ തരത്തിൽ അവരുടെ പരാമർശങ്ങളെ പോലും ആ തരത്തിൽ എടുക്കാനേ കഴിയൂ. അവർക്ക് കൃത്യമായിട്ടുള്ള മേൽവിലാസമില്ല എന്ന തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉമ്മർ ഫൈസി മുക്കത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. ഇത് സമുദായത്തിന് ഇത്തരത്തിലുള്ള ഇപ്പോഴുള്ള ഈ സഹകരണം അല്ലെങ്കിൽ ബന്ധം സമുദായത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കുമോ എന്ന് നമ്മൾ ചോദിച്ചിട്ടു. ആ ചോദ്യത്തോടും അത് നിങ്ങൾ കാത്തിരുന്ന് കാണണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അങ്ങനെ UDF-മായുള്ള സഹകരണവുമായി ബന്ധപ്പെട്ട് ഒരു മുന്നറിയിപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പോഴും മതരാഷ്ട്രവാദം ഉണ്ട് എന്ന നിലപാട് സമസ്തയ്ക്ക് ഉണ്ട്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതൊന്ന് UDF-ന് എതിരായിട്ടുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. അവരെ സഹകരിപ്പിക്കുന്നതിൽ സൂക്ഷിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അവരെ കൂടെ കൂട്ടുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മതരാഷ്ട്രവാദം ഇല്ല എന്ന തരത്തിലുള്ള ന്യായീകരണത്തെയും അദ്ദേഹം എതിർക്കുന്നുണ്ട്. അവർ ഇപ്പോഴും മതരാഷ്ട്രവാദത്തിൽ വിശ്വസിക്കുന്ന ആ നിലപാട് പറയുന്ന സംഘടന തന്നെയാണെന്നാണ് ഉമ്മർ ഫൈസി മുക്കം പറയുന്നത്. വ്യക്തമായ രാഷ്ട്രീയ മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് യാതൊരുവിധ അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്തവണ്ണം തന്നെ ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കുന്നുണ്ട്. അവരെ അടുപ്പിക്കരുത്, ജമാഅത്തെ ഇസ്ലാമിയെ അടുപ്പിക്കരുത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹം. അനൽക സെയ്ദ് കൂടി ചേരുകയാണ്. അനൽക, മറിച്ചൊരു നിലപാട് ഉമർ ഫൈസി മുക്കത്തിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിൽ പോലും അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, അത് അതിരൂക്ഷമായ പ്രതികരണം, കൃത്യമായ പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അടുപ്പിക്കാൻ കൊള്ളാത്ത സംഘടന എന്ന പ്രയോഗം തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവടക്കം അവർക്ക് മതരാഷ്ട്രവാദമില്ല എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല എന്ന് തിരുത്തി പറയാനും അദ്ദേഹം തയ്യാറായിരിക്കുന്നു. കൃത്യമായ രാഷ്ട്രീയ നിലപാട് തന്നെയല്ലേ സ്വീകരിച്ചിരിക്കുന്നത്? ഈ പ്രസ്താവനയുടെ പേരിൽ ഇനി സമസ്തയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടോ? ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഉമർ ഫൈസിയുടെ ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് നേരത്തെ അർജുൻ സൂചിപ്പിച്ച പോലെ തന്നെ സമസ്തയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജിഫ്രി തങ്ങൾ കഴിഞ്ഞാൽ ജിഫ്രി തങ്ങളോളം ഒക്കെ തന്നെ പ്രാധാന്യമുള്ള സമസ്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഉമർ ഫൈസി മുക്കം. ഈ ഉമർ ഫൈസി മുക്കത്തിന് ഇത്തരത്തിലൊരു പരാമർശം ജമാഅത്തുമായി ബന്ധപ്പെട്ട ഈ പരാമർശം സമസ്തക്കകത്ത് വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാകും. കാരണം നമുക്കറിയാം, സമസ്തയുടെ രൂപീകരണ കാലം മുതൽക്ക് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ നഖശികാന്തം എതിർക്കുന്ന ഒരു നിലപാടാണ് സമസ്ത സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പണ്ഡിത സഭയായിട്ടുള്ള കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിക്കപ്പെടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് അതിനകത്തെ സലഫികളുടെ സ്വാധീനമാണ് ഇത്തരത്തിൽ ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരണത്തിന് വഴിതെളിച്ചത്. ഈ ജമാഅത്ത് ഇസ്ലാമിയോട് ഒപ്പമെന്നുള്ള അതേ നിലപാട് തന്നെയാണ് മുജാഹിദ് സംഘടനയോടൊക്കെ തന്നെ സമസ്ത സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഒരു കാലത്ത് പോലും ഈ സമസ്ത നേതാക്കൾ ഒരു കാലത്ത് പോലും ഈ മുജാഹിദ് നേതാക്കളുമായും ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായും ഒക്കെ തന്നെ വേദി പങ്കിടുന്നതൊക്കെ തന്നെ വളരെ കുറവായിരുന്നു. അതിൽ കൃത്യമായിട്ടുള്ള നിലപാട് സമസ്ത കാലകാലങ്ങളിൽ സ്വീകരിച്ച് പോരുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷം, അതായത് 2020 കാലഘട്ടത്തിലൊക്കെ ആദ്യമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഇത്തരത്തിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച ഘട്ടത്തിലൊക്കെ തന്നെ സമസ്തക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിയോജിപ്പ്, അഭിപ്രായ ഭിന്നത ഒക്കെ തന്നെ രൂപപ്പെടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഉമർ ഫൈസിയുടെ പരാമർശം അത് സമസ്തയിലെ പ്രവർത്തകരെ അത് സ്വാധീനിക്കുക തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സമസ്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെ, അതായത് വലിയ രീതിയിലുള്ള പിന്തുണ സമസ്തക്കകത്ത് തന്നെ ഈ കാസി വിരുദ്ധ സാദിഖലി തങ്ങൾക്കെതിരെയുള്ള കാസി വിരുദ്ധ
പരാമർശവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ പിന്തുണ ആ ഘട്ടത്തിൽ ഉമർ ഫൈസി മുക്കത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ നിലവിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച വെൽഫെയർ പാർട്ടിക്കൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അത്തരത്തിൽ മതരാഷ്ട്രവാദമൊന്നുമില്ല എന്ന ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന ഇനി അങ്ങോട്ടേക്കുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ സമസ്തയിൽ നിർണായക ഘടകമാണ്. അത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് ഒരു പക്ഷേ ഇനി സമസ്തയിലേക്കുള്ളൊരു എൻട്രി അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊരു മറ്റൊരു കാര്യം പറയാനുള്ളൂ. ഇതേ സമാനമായൊരു സാഹചര്യമായിരുന്നു ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം തന്നെ മുനവറിൽ തങ്ങളും ഒരു ഘട്ടത്തിൽ മുജാഹിദിൻ്റെ പരിപാടിക്കകത്ത് പങ്കെടുത്തുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശനമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ സമസ്ത വിലക്കിയിട്ട് പോലും ആ ഘട്ടത്തിൽ ഇവർ പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ പോയി. എന്നാൽ ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നൊരു ഘട്ടം വന്നപ്പോഴാണ് ഇവർ ആ പരിപാടിക്കകത്ത് പങ്കെടുക്കാതെ പിൻവലിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ മുജാഹിദ് വിഭാഗങ്ങളോടുള്ള അതേ നിലപാട് തന്നെയാണ് സമസ്തയ്ക്ക് ഈ ജമാഅത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് അത് വലിയ തുടർചലനങ്ങൾ സൃഷ്ടിക്കും തന്നെയാണ് ഉമർ ഫൈസിയുടെ പരാമർശം കൊണ്ട് നമ്മൾ കരുതുന്നത്. ലക്ഷ്മി പത്മ. അർജുൻ, പ്രത്യക്ഷത്തിൽ ആ പ്രതികരണം കേൾക്കുമ്പോൾ എതിർത്തൊന്നും പറയുന്നില്ല. യു ഡി എഫിനെയോ പ്രതിപക്ഷ നേതാവിനെയോ ലീഗിനെയോ ഒന്നും എതിർത്ത് പറയുന്നില്ല ഉമർ ഫൈസി മുക്കം. പക്ഷേ അതിശക്തമായ വിമർശനം തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ അടുപ്പിക്കാൻ കൊള്ളാത്തവരാണ്, അടുക്കളയിൽ കയറി ഫിത്തന ഉണ്ടാക്കുന്നവരാണ് തുടങ്ങിയ പരാമർശങ്ങൾ ഇവരെടുത്ത രാഷ്ട്രീയ നിലപാടിനെ അപ്പാടെ തള്ളിപ്പറയുന്നതും വിമർശന വിധേയമാക്കുന്നതും വിചാരണ ചെയ്യുന്നതുമല്ലേ? ലക്ഷ്മി, തീർച്ചയായും വളരെ ശക്തമായി വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ മൂർച്ച നമുക്ക് വായിച്ചെടുക്കാനാണ് എളുപ്പം. കാരണം ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ രണ്ട് വാചകങ്ങൾ ജമാഅത്ത് ഇസ്ലാമി സമസ്തയ്ക്ക് എന്താണ് എന്ന് പറയാൻ രണ്ട് വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെയാണ്. ജമാഅത്ത് ഇസ്ലാമി അടുപ്പിക്കാൻ പറ്റാത്ത സംഘടന, അവർ അടുക്കളയിൽ കയറിയാൽ ഫിത്ന ഉണ്ടാക്കും. ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയെ വിശേഷിപ്പിക്കാൻ ഉമർ ഫൈസി മുക്കം ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. അതിൽ നിന്ന് തന്നെ യു ഡി എഫിനും കാര്യങ്ങൾ മനസ്സിലാക്കാം, ആ മുന്നറിയിപ്പ് വായിച്ചെടുക്കാമെന്നാണ് കരുതുന്നത്. ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് കൂടെ കൂട്ടാൻ കഴിയുന്ന വിഭാഗമല്ല, സംഘടനയല്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് ഈ വാക്കിൽ നിന്ന് എടുക്കാം. ഒപ്പം തന്നെ അവരെ കൂടെ കൂട്ടിയാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയണമെന്ന മുന്നറിയിപ്പ് കൂടി ആ പരാമർശത്തിൽ ഉണ്ട്. രണ്ടാമത്തേത്, മതരാഷ്ട്രവാദം ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പോലും ഇപ്പോൾ പറയുന്നത്. സമസ്തയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന് അവരങ്ങനെ പല കാര്യങ്ങളും പലപ്പോഴും പറയും. അവർക്ക് മതരാഷ്ട്രവാദം ഉണ്ട് എന്നത് ഞങ്ങൾക്ക് അവരെ എതിർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊന്ന്, മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഭേദഗതി വരുത്തി. അതുകൊണ്ടാണ് ഈ സംഘടന ഉണ്ടായ കാലം തൊട്ട് തന്നെ സമസ്ത കൃത്യമായിട്ടുള്ള അകലം പാലിക്കുകയും അവരോട് കൂട്ടുകൂടേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതെന്നാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. അതിൽ നിന്ന് തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളും അതാണ്. അതായത് യു ഡി എഫുമായിട്ടുള്ള സഹകരണം, ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട്, മതരാഷ്ട്രവാദത്തിലെ നിലപാട് എന്താണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നത്. ആ രണ്ട് കാര്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സഹകരണം വേണ്ട എന്ന് തന്നെയുള്ള സന്ദേശം അതിൽ നിന്ന് വായിക്കാൻ കഴിയും. അവർക്ക് ഇപ്പോഴും മതരാഷ്ട്രവാദമുണ്ട്, അത് സമുദായത്തിനകത്ത് കുഴപ്പമുണ്ടാക്കും അവരെ കൂടെ കൂട്ടിയാൽ എന്നുള്ളത് കാത്തിരുന്ന് കാണാം, അല്ലെങ്കിൽ അത് നിങ്ങൾ വഴിയെ കണ്ടോളൂ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിന് സമസ്ത തയ്യാറല്ല. തങ്ങൾ ആദ്യം എടുത്ത നിലപാട് എന്താണ്, അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള അകലം ജമാഅത്ത് ഇസ്ലാമിയോട് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അതല്ലാതെ അവരുമായി കൂട്ടുകൂടാമെന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ജാഗ്രതയാണ്, അവർ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പാണ് ഉമർ ഫൈസി മുക്കം നൽകിയിട്ടുള്ളത്. ലക്ഷ്മി. അർജുൻ രാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും രാഷ്ട്രീയ കക്ഷികൾ എന്ത് പ്രതികരണമായിരിക്കും ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവനയോട് നടത്തുക എന്നതറിയാൻ കൗതുകമുണ്ട്. ലീഗ് അടക്കമുള്ള കക്ഷികൾ എന്ത് തരത്തിൽ ഈ പ്രസ്താവനയെ വ്യാഖ്യാനിക്കും, പ്രതികരിക്കും എന്നുള്ളത് അറിയണം. അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അർജുൻ രാജും അനൽക സെയ്തുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.